ഹായ് ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട 20 ചോദ്യങ്ങളാണ് നോക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ ആണ് തമിഴ്നാട്. ഇന്ത്യയിൽ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. അടുത്ത ചോദ്യം നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കാന്തല്ലൂർ. കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് കാന്തല്ലൂരാണ്. കാന്തല്ലൂരാണ് കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത്. അടുത്ത ചോദ്യം നോക്കാം. PN ഗോപികൃഷ്ണന് 2023 ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കവിത മാംസഭോജിയാണ്. PN ഗോപികൃഷ്ണന് 2023 ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരമാണ് കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് PN ഗോപികൃഷ്ണന് 2023 ഓടക്കുഴൽ അവാർഡ് നേടിയത്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായ രാഷ്ട്രത്തലവൻ? ഉത്തരം ഓപ്ഷൻ സി ആണ് ഇമ്മാനുവൽ മക്രോ. ഇമ്മാനുവൽ മക്രോയാണ് ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായ രാഷ്ട്രത്തലവൻ. ഇന്ത്യയുടെ 75ാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായ രാഷ്ട്രത്തലവൻ ഇമ്മാനുവൽ മക്രോയാണ്. അടുത്ത ചോദ്യം. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനു വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് അതിഥി ആപ്പ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനു വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. അപ്പോൾ അതിഥി ആപ്പ് എന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനു വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയത്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ അടൽ സേതുവിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ അടൽ സേതുവിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അടൽ സേതുവാണ്. അടൽ സേതുവിൻ്റെ ഉദ്ഘാടനം നരേന്ദ്രമോദിയാണ് നിർവഹിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് അമിതാഭ് കാന്ത്. മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് എന്ന പുസ്തകം രചിച്ചത് അമിതാഭ് കാന്താണ്. അമിതാഭ് കാന്ത് രചിച്ച പുസ്തകമാണ് മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് എന്നത്. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് കോന്നി. അപ്പോൾ കേരളത്തിൽ ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം കോന്നിയാണ്. കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രമാണ് സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ISRO പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ സി ആണ് കുലശേഖരപട്ടണം. കുലശേഖരപട്ടണത്താണ് ISRO പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത്. ISRO പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കുലശേഖരപട്ടണത്താണ്. അടുത്ത ചോദ്യം നോക്കാം. ഏത് രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവിഷുവർ? ഉത്തരം ഓപ്ഷൻ എ ആണ് ഹെപ്പറ്റൈറ്റിസ് എ. ഹെപ്പറ്റൈറ്റിസ് എ എന്ന രോഗത്തിൻ്റെ പ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവിഷുവർ. അപ്പോൾ ഹെവിഷുവർ എന്നത് ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച ഒരു തദ്ദേശീയ വാക്സിനാണ്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന രോഗത്തിനെതിരെയാണ് ഹെവിഷുവർ വികസിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ ഹെവിഷുവർ ആണ്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന രോഗത്തിൻ്റെ പ്രതിരോധത്തിനായാണ് ഹെവിഷുവർ വികസിപ്പിച്ചത്. അടുത്ത ചോദ്യം.
സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട UN ഏജൻസി. ഓപ്ഷൻ ബി ആണ് യുനെസ്കോ. സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട UN ഏജൻസിയാണ് യുനെസ്കോ. യുനെസ്കോയാണ് അപ്പോൾ സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട UN ഏജൻസി. അടുത്ത ചോദ്യം, 2023 ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് പൊന്മുടി. 2023 ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ പൊന്മുടിയിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ പൊന്മുടിയിൽ വെച്ചാണ് 2023 ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പത്മശ്രീ പുരസ്കാരം ലഭിച്ച EP നാരായണൻ പെരുവണ്ണാൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ് തെയ്യം. പത്മശ്രീ പുരസ്കാരം ലഭിച്ച EP നാരായണൻ പെരുവണ്ണാൻ തെയ്യം എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തെയ്യം എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട EP നാരായണൻ പെരുവണ്ണാൻ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച EP നാരായണൻ പെരുവണ്ണാൻ തെയ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യ സിനിമ? ഉത്തരം ഓപ്ഷൻ എ ആണ് ദ ചലഞ്ച്. ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യ സിനിമ ദ ചലഞ്ച് ആണ്. ദ ചലഞ്ച് ആണ് ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യ സിനിമ. അടുത്ത ചോദ്യം നോക്കാം. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ് KN ബാലഗോപാൽ. KN ബാലഗോപാലാണ് 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് KN ബാലഗോപാലാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ആദ്യ ദേശീയ മൊബിലിറ്റി ഹൈഡ്രജൻ പദ്ധതി നിലവിൽ വരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ലഡാക്ക്. ലഡാക്കിലാണ് ഇന്ത്യയുടെ ആദ്യ ദേശീയ മൊബിലിറ്റി ഹൈഡ്രജൻ പദ്ധതി നിലവിൽ വരുന്നത്. ഇന്ത്യയുടെ ആദ്യ ദേശീയ മൊബിലിറ്റി ഹൈഡ്രജൻ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. അടുത്ത ചോദ്യം, സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേരളം. കേരളമാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം. അപ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമായ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം നിലവിൽ വന്ന സംസ്ഥാനം? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമായ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം നിലവിൽ വന്നത് ഒഡീഷയിലാണ്. ഒഡീഷയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമായ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാണ്? ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയമാണ്. ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം നിലവിൽ വന്നത് ഒഡീഷയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് 2022 പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജിം കോർബറ്റ്. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് 2022 പ്രകാരം കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം ജിം കോർബറ്റാണ്. അപ്പോൾ ജിം കോർബറ്റാണ് ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് 2022 പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം. അടുത്ത ചോദ്യം നോക്കാം. 2023 15ാം ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഡർബൻ. ഡർബനാണ് 2023 15ാം ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത്. 2023 15ാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ ആയിരുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.